അധികാരമേറ്റ് 3 ദിവസങ്ങൾക്ക് ശേഷം വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർത്തിയായി. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകണമെന്ന ലത്തീൻ സഭയുടെ കടുംപിടുത്തത്തിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വഴങ്ങിയില്ല. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിനും റവന്യൂ എ.പി. അനിൽകുമാറിനും നൽകി. സി.പി. ജോൺ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സഹകരണ വകുപ്പ് ലഭിച്ചില്ല. ഗതാഗതം തന്നെയാണ് സി.പി. ജോണിന്റെ വകുപ്പ്. എക്സൈസിന് പുറമെ എം. ലിജുവിന് സഹകരണ വകുപ്പ് നൽകി. പ്രോട്ടം സ്പീക്കറായ ജി. സുധാകരന് മുന്നിൽ നാളെ നിയുക്ത എം.എൽ.എമാർ സത്യപ്രതിജ്ഞ ചെയ്യും. എൽ.ഡി.എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കേരയിൽ പദ്ധതി വി.ഡി. സതീശൻ മന്ത്രിസഭ പൂർണ്ണമായും റദ്ദു ചെയ്തു. കേരയിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. യു.ഡി.എഫ് അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ പോലീസ് നടപടി വിവാദമായി മാറി. എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്തിൽ പട്ടികജാതി കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള പോലീസ് നടപടിയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ തുടക്കം പ്രതീക്ഷ നൽകുന്നതാണോ? കാണാം RDX റാപ്പ്. 3 ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായത്. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകണമെന്ന ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് വി.ഡി. സതീശൻ വഴങ്ങിയില്ല. മുസ്ലിം ലീഗിലെ വി. അബ്ദുൾ ഗഫൂറാണ് ഫിഷറീസ് മന്ത്രി. റോജി എം. ജോണിന് ഉന്നത വിദ്യാഭ്യാസവും എം. ലിജുവിന് എക്സൈസിനൊപ്പം സഹകരണ വകുപ്പിന്റെ ചുമതലയും നൽകി. ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷം പട്ടിക ഗവർണർക്ക് കൈമാറി. ഇതിനിടെ എൽ.ഡി.എഫ് സർക്കാരിന്റെ കേരയിൽ പദ്ധതി യു.ഡി.എഫ് മന്ത്രിസഭ പൂർണ്ണമായും റദ്ദാക്കി. പദ്ധതി അംഗീകരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാനുമായി പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ റദ്ദാക്കും. പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച മഞ്ഞക്കുട്ടികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേരയിൽ പദ്ധതിയോടാണ് വിയോജിപ്പെന്നും സംസ്ഥാനത്ത് അതിവേഗ പാത നടപ്പാക്കുന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. കിഫ്ബി, PM ശ്രീ, മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ സർക്കാരെടുത്ത നടപടി എന്നിവയിലും പുനഃപരിശോധനയുണ്ടാകുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. സാമുദായിക നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ജയിച്ചതിന് ശേഷം താൻ ബിഷപ്പ് ഹൗസിലടക്കം പോയത് ആത്മബന്ധത്തിന്റെ പുറത്താണെന്നും വി.ഡി. സതീശൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരെയും താൻ ചേർത്ത് പിടിക്കുമെന്നും എന്നാൽ ആര് വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്നും സതീശൻ പറഞ്ഞു. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചതിൽ കാലതാമസം ഉണ്ടായി എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ തിണ്ണനിറങ്ങാൻ പോകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എവിടെന്നെങ്കിലും ഒരു തിന്ന് കോട്ട് ചെയ്ത് കാണിച്ചു. ഞാൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നേതാക്കളോട് തിണ്ണനിറങ്ങാൻ പോയിരുന്നു. എന്താ ഈ ബിഷപ്പ് ഹൗസിൽ പോയി എന്താ കുഴപ്പം? എന്ത് തർക്കം? മിനിങ്ങാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയതിന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയും ഫിഷറീസിൻ്റെ തർക്കമാണ് എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു. ആ വിഷയങ്ങളൊക്കെ UDF ചർച്ചകളിലൊക്കെ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന UDFന്റെ ചർച്ചകൾ പൂർത്തിയായി. കേരയിൽ പദ്ധതിയോടാണ് വിയോജിപ്പെന്നും സംസ്ഥാനത്ത് അതിവേഗ പാത നടപ്പാക്കുന്ന പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. കിഫ്ബി, PM ശ്രീ തുടങ്ങിയ പദ്ധതികൾ തുടരുമോ എന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്തുകൊണ്ടാണ് കേരയിൽ വിരുദ്ധ സമരസമിതി കൺവീനർ S. രാജേന്ദ്രൻ പ്രതികരിച്ചത്. കഴിഞ്ഞ 7 വർഷമായി പദ്ധതി കടന്നുപോകുന്ന മേഖലയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും ഇരകളെ സൃഷ്ടിക്കുന്നതാകരുത് വികസന പദ്ധതികളെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. കാരണം കഴിഞ്ഞ 7 വർഷമായി വളരെ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ലൈൻ കടന്നു പോകുന്ന മേഖലകളിലെ ജനങ്ങൾ. അതിനൊരു പരിഹാരമുണ്ടായി എന്നുള്ളത് സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഗുണഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്ന പരിപാടികളാകരുത്, പദ്ധതികളാകരുത്. അത് ഇതെന്നല്ല ഏത് പദ്ധതിയാണെങ്കിലും കേരളത്തിൽ വരേണ്ടുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി ഏറ്റവും പ്രധാനമായും ഞങ്ങൾ പരിഗണിച്ചത് പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്. എന്നാൽ കേരളിന് ബദലെന്തെന്ന് കോൺഗ്രസ് പറയണമെന്ന് മുൻമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെട്ടു. പുതിയ പദ്ധതിക്ക് വേണമെങ്കിൽ രാഗ റെയിൽ എന്ന് പേരിട്ടെന്നും തോമസ് ഐസക് പരിഹസിച്ചു. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെങ്കിൽ സർക്കാർ എങ്ങനെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെന്നും തോമസ് ഐസക് ചോദിച്ചു. നയാ പൈസ ഇല്ലാത്ത പൂച്ച പെറ്റ് കിടക്കുന്ന ട്രഷറിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. UDF കേരയിൽ പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത് വന്നവരാണ്.
അതിനെ വലിയ സമരം നടത്തിയതാണ്. അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചത് അനുഭവമൊന്നുമില്ല. പക്ഷെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോ, നീ രാഗാറയിൽ നിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ കേരളത്തിലെ ഇങ്ങനൊരു അതിവേഗപാത വേണോ തെക്ക് വടക്ക്? ഇതാണ് ചോദ്യം. PMCയുമായി ബന്ധപ്പെട്ട നിലവിലെ അവസ്ഥ എന്തെന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഇടത് സർക്കാർ ആദ്യം പദ്ധതിയിൽ ഒപ്പിടുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തെങ്കിലും അതിനുശേഷവും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയത് എന്നും മന്ത്രി പ്രതികരിച്ചു. സ്വാഭാവികമായും ആ യോഗത്തിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവസ്ഥ എന്താണെന്ന് ഞാൻ തിരക്കി. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു UDF പൊളിറ്റിക്കലായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഏത് വകുപ്പിലായാലും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ UDFൻ്റെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇതൊരു ഇഷ്യൂ ഉള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മളത് അവരോട് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചത്. മന്ത്രിസഭാ സ്ഥാനം ലഭിക്കാത്തതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പാലാ MLA മാണി സി കാപ്പൻ രംഗത്തെത്തി. ഏക MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിനെ ഒരു ഘടകകക്ഷി എതിർത്തുവെന്നും കോൺഗ്രസ് കിട്ടിയ അവസരം മുതലാക്കി 12 സീറ്റുകൾ ഏറ്റെടുത്തുവെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതലാളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ. ടീം UDF എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേണ്ടിയതായിരുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെയായി. ഞാൻ അതിനോട് ഒത്തുചേർന്നു. എനിക്കിപ്പോൾ പരാതികളില്ല, പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇന്നത്തെ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. UDFൻ്റെ ഭാഗത്തു നിന്നല്ല ഈ പറയുന്ന സിൽവർ ലൈനൊക്കെ റദ്ദാക്കിയിട്ടുണ്ടല്ലോ. ചാണ്ടി ഉമ്മൻ്റെ ഷോ കൂടെ ഇതിനോടൊപ്പം വരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടെ ചേർന്നാൽ സമഗ്രമാണ് UDFൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ തോന്നുന്നത്? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വകുപ്പുകൾ, മന്ത്രിമാർക്ക് ഏതൊക്കെയാണ് വകുപ്പുകൾ എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയായി എന്നുള്ളതാണ്. ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകളിൽ തന്നെ ചില കൗതുകങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, എങ്ങനെയാണ് ഞങ്ങൾ വ്യത്യസ്തരാകുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ ആദ്യത്തെ ഓരോ മന്ത്രിസഭാ യോഗങ്ങളും പ്രയോജനപ്പെടുത്തുക എന്ന രീതി VD സതീശൻ സർക്കാർ പുലർത്തും എന്ന് കരുതിയിരുന്നു. അത് ആ മട്ടിൽ തന്നെയാണ് നമ്മൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ കണ്ട മട്ടിൽ തന്നെ ഇന്നും ചില നിർണായകമായ പ്രഖ്യാപനങ്ങളുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിൽവർ ലൈൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. യഥാർത്ഥത്തിൽ അത് സാങ്കേതികമായ ഒരു തലത്തിൽ മാത്രമാണ് സിൽവർ ലൈൻ എന്നുള്ള പദ്ധതി ഇപ്പോൾ നിലനിന്നിരുന്നത്. കാരണം ഈ വർഷം ജനുവരിയിൽ തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ അതിനെ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും അത് രേഖകളിൽ നിന്ന് തന്നെ അത് ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന പ്രദേശമായി കണ്ട് നോട്ടിഫൈ ചെയ്തിരുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ആ ഭൂമി ഈ മട്ടിൽ സിൽവർ ലൈൻ ഏതെങ്കിലും കാലത്ത് വരും എന്നുള്ള ഒരു അങ്ങനെ നോട്ടിഫൈ ചെയ്യപ്പെട്ട് പോയത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും അവിടുത്തെ ആളുകൾ അനുഭവിച്ചിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തിയായി എന്നുള്ളത് ഒഴിച്ചാൽ പദ്ധതി നേരത്തെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണല്ലോ LDF സർക്കാർ തന്നെ RRTS പ്രഖ്യാപിച്ചത്. അത് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരെണ്ണം അത് പ്രഖ്യാപിച്ചിരുന്നു. അതിന് സമാന്തരമായി ശ്രീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ മറ്റൊരു അതിവേഗ റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും സംസ്ഥാനത്തിന് തീർച്ചയായും ഒരു അതിവേഗ യാത്രാ മാർഗം അതുണ്ടാവേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സിൽവർ ലൈൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളതിനെ പ്രതീക്ഷയോടെ കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വന്ന പാളിച്ചകൾ ആ സമയത്തും നമ്മൾ ചർച്ച ചെയ്തു പോയിരുന്നു. ആ ഇംപ്ലിമെൻറ്റേഷനിൽ വന്ന പാളിച്ചകൾ ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായും സംസ്ഥാനം ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് അതിവേഗ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈവേ വന്നതിന് ശേഷം ദേശീയപാതയുടെ പണി ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്കേറെ ആശ്വാസമുണ്ട്. ഇപ്പോൾ പൂർണ്ണമായി അത് പൂർത്തിയായില്ലെങ്കിൽ പോലും പല വഴികളിലും കടന്നു പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വേഗത്തിലെത്തുന്നത് നമുക്കറിയാം. ഇവിടുത്തെ വാഹനപ്പെരുപ്പം നമുക്കറിയാം. നമുക്ക് വേഗത്തിലെത്തേണ്ട ആവശ്യകത അറിയാം. ഒരുപക്ഷെ ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ വന്നതിന് ശേഷമാണ് ഈ അതിവേഗ പാതയെക്കുറിച്ചുള്ള ആലോചന വന്നിരുന്നതെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ചർച്ചകളൊക്കെ വളർന്നേനെ എന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാ പദ്ധതികളും ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ആളുകളെ വിശ്വാസത്തിലെടുത്ത് തന്നെ നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. കഴിഞ്ഞ സർക്കാർ ഈ നടപ്പാക്കിയതിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടപ്പാക്കിയ ഒരു പദ്ധതി എന്നത് ദേശീയപാതാ വികസനമായിരുന്നു. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയി എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഭൂമി ഏറ്റെടുത്തൊരു പദ്ധതി നടപ്പാക്കുന്നതിന് ഞങ്ങൾക്ക് പറ്റും എന്നുള്ളത് ഇതാ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ
ആ മട്ടിൽ റെയിൽവേ വികസനം കൂടി നടപ്പാക്കുക, അതിവേഗ റെയിൽ കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലേക്ക് പോയി. പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഹൈവേക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന വലിയ തുകയോ ഒന്നും റെയിൽവേക്ക് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ, ഒരു റെയിൽ പാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ കിട്ടില്ല. ആ ഒരു ആകർഷണീയത ഈ ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രാഥമികമായ വിഷയമായിരുന്നു. അത് ആ മട്ടിൽ വിലയിരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. കാരണം റോഡിന് ഭൂമി ഏറ്റെടുത്ത് പോയാൽ അവിടെ കട തുടങ്ങാം, ആ ഭൂമിക്ക് വേറെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിക്ക് വീണ്ടും അതിൻ്റെ വാല്യൂ വർദ്ധിക്കും. പക്ഷേ റെയിൽ പാത കടന്നു പോകുന്നതിന് ചുറ്റും കിടക്കുന്ന ഭൂമിക്ക് പ്രത്യേകിച്ച് ഇനി വാല്യൂ വർദ്ധിക്കാനുള്ള സാധ്യത കുറവാണല്ലോ. അപ്പോൾ ആളുകൾ ആ മട്ടിലൊക്കെ പലതരത്തിൽ ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട്. അത് ആ മട്ടിൽ ദീർഘവീക്ഷണത്തോടെ കാണുന്നതിലൊരു പരാജയം സംഭവിച്ചു. അതിന് കാരണം ഇവിടെ നിന്ന് ദേശീയപാത അതോറിറ്റി ഓഫീസടക്കം പൂട്ടിപ്പോയതാണ്. ഇത് തിരിച്ചു കൊണ്ടുവന്ന് ദേശീയപാത ഉറപ്പാക്കിയത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടപ്പായ ഒരു സംഗതിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ മട്ടിൽ ഇതും നടപ്പാക്കി കളയാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് LDF സർക്കാർ പോയി. അതിൻ്റെ തിരിച്ചടി കിട്ടി. ഇപ്പോഴെന്തായാലും നോട്ടിഫൈ ചെയ്യപ്പെട്ടു പോയ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ള മുഴുവൻ ആശങ്കകളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രഖ്യാപനം കൊണ്ടുണ്ടായത്. അതുകൊണ്ട് മറ്റൊരു മൈലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ സർക്കാരിന്, ഈ പുതിയ UDF സർക്കാരിന് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാക്ക് പാലിക്കുന്നു എന്നുള്ള പ്രതീതി ഒന്നുകൂടി ഉറപ്പിക്കാനായി എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം ആലോചിച്ച RRTS അടക്കമുള്ള എന്തെങ്കിലും പദ്ധതിയിലേക്ക് സർക്കാർ പോകേണ്ടതുണ്ട് എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം വേഗത്തിൽ ആളുകൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ പുരോഗതിയെ ആ നിലയ്ക്ക് കൂടി വേണം അളക്കാൻ. ഈ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗമല്ലല്ലോ, എല്ലാവർക്കും സഞ്ചരിക്കാനുള്ളതാണ് പാതകൾ. അപ്പോൾ ആ നിലയ്ക്ക് വേണം അതിനെ നമ്മൾ കാണാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൊള്ളാം, കാരണം വോട്ട് ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇത് വിശ്വസിച്ച് വോട്ട് ചെയ്ത ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ. സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിൽ പക്ഷേ അവധാനതയോടെയാണ് സർക്കാർ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് തിടുക്കമുണ്ടെങ്കിലും VD സതീശന് തിടുക്കമില്ല. അദ്ദേഹം വളരെ അവധാനതയോടെയാണ് അതിന് മറുപടി പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് വേണം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അന്വേഷിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമല്ലോ എന്ന്. കഴിഞ്ഞ തവണ അനീഷ് ഓർക്കുന്നുണ്ടാവുമല്ലോ, MM ഹസൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കടുത്ത പ്രഖ്യാപനങ്ങൾ നടത്തി. അതായത് ലൈഫ് പദ്ധതി അടച്ചുപൂട്ടും, അതുപോലെ കിഫ്ബി അടച്ചുപൂട്ടും എന്നൊക്കെ. 2021 തിരിച്ചടിക്ക് ഒരു കാരണം അന്നത്തെ KPCC പ്രസിഡന്റിൻ്റെ ആ പ്രഖ്യാപനങ്ങൾ കൂടിയാണെന്ന് അന്നും ഇന്നും കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്കോ നിഗമനത്തിലേക്കോ പ്രഖ്യാപനത്തിലേക്കോ തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് അതിനെ പോസിറ്റീവായി കാണേണ്ട ഒരു വശം. ഇനി എല്ലാ പദ്ധതികളോടും ഇതേ സമീപനമാണോ എന്ന് ആശങ്കയുമുണ്ട് ആളുകൾക്ക്. അപ്പോൾ ആ ആശങ്കയെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് സർക്കാർ. എന്തായാലും ഇപ്പോൾ വയനാട് തുരങ്കപാത അതിൻ്റെ പണി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉയർത്തിയ ഒരാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അപ്പോൾ അതിനോടുള്ള സമീപനം എന്തായിരിക്കും എന്നൊക്കെ ആളുകൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇതിലൊന്നും നമ്മളിപ്പോൾ ചാടിക്കേറിയ ഒരു അഭിപ്രായം പറയേണ്ട സ്ഥിതിയില്ല. സർക്കാരിൻ്റെ മുന്നിൽ ഇതെല്ലാം ഉണ്ട്. ഇതിനോട് എന്താണ് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതിൽ നമ്മൾ കാത്തിരുന്ന് കാണണം. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തോന്നിയത്, ഏറ്റവും വലിയൊരു പരീക്ഷണമായി എനിക്ക് തോന്നിയത് ഈ മലയിടം തുരുത്ത് സംഭവം തന്നെയാണ്. കാര്യം 8 കുടുംബങ്ങളേ ഉള്ളൂ അവിടെ. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥ കാര്യം 19 ഏക്കർ വരുന്ന പുറമ്പോക്ക് ഭൂമിയാണ്. സ്വാഭാവികമായും അവിടെ താമസിക്കുന്ന ആളുകളെന്തോ ഇപ്പം കുടിയേറി അല്ലെങ്കിൽ കയ്യേറി അവിടെ ജീവിക്കുന്നവർ എന്നുള്ള ഒരു പ്രതീതിയാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മുന്നിൽ കൊണ്ടു തന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവർ 100 വർഷമായി അവിടെ ജീവിക്കുന്ന ഒരു ആളുകളാണ്. ആ ഭൂമിയുടെ രേഖകൾ ക്ലിയർ ആയിരുന്നില്ല. അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടൊരു കേസ് വരുന്നു. ആ കേസ് ഇവർക്ക് വാദിച്ച് മുകളിലേക്ക് പോകാൻ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് അവിടെയുള്ളവർ. അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കേസ് തിരിച്ചടിയായി കോടതി വിധി അവർക്ക് പ്രതികൂലമായി വന്നിരിക്കുന്നു. ആ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഇനി സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, മുമ്പ് ഇടത് സർക്കാർ അവിടെ ഇപ്പം ശ്രീനിജൻ അടക്കമുള്ളവർ അവിടെ വന്ന് ഇന്നും തടയുന്നത് കണ്ടു. അത് നേരത്തെ തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള വല്ല പദ്ധതിയും നടപ്പാക്കിക്കൂടെ എന്നത്. അതല്ല അവിടുത്തെ ആളുകളുടെ പ്രശ്നം. അവർ തലമുറകളായി ജീവിച്ചു പോകുന്ന ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ആ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒന്ന്, ഇടതുപക്ഷമാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചാണ് VD സതീശൻ സർക്കാർ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. നമ്മളത് പല ആവർത്തി ചർച്ച ചെയ്തതാണ്. അതാണെന്ന് തെളിയിക്കേണ്ട ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. കാരണം 14 തവണ ഇവിടെ ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട്
പോലീസ് വന്നു. അവിടെ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുന്ന ശ്രീനിജൻ മുന്നിലിറങ്ങി നിന്നതിനെ തടഞ്ഞു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഓരോ തവണ വരുമ്പോഴും നമ്മളത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോടതി വിധിയാണ്, അത് നടപ്പാക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഏത് വിധിയെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ കോടതി വിധി നടപ്പാക്കേണ്ടതാണെന്ന് പറയും. പക്ഷേ എത്രയോ പ്രധാനപ്പെട്ട കോടതി വിധികൾ, സുപ്രീം കോടതിയുടെ വിധികൾ ആ കോടതി നിർദ്ദേശിച്ചതിന് പ്രകാരം ഒറ്റയടിക്കങ്ങ് നടപ്പാക്കാതിരുന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ എന്ന് നമുക്കറിയാമല്ലോ. ശബരിമല മുതൽ ഇങ്ങോട്ട് കിടക്കുകയാണ് യുവതി പ്രവേശം അടക്കമുള്ള വിഷയങ്ങളിലെ കോടതി വിധികളിലോട്ടുള്ള സമീപനം. ഇന്നിപ്പോൾ അവിടെ കുറേ നേതാക്കന്മാർ വന്നിട്ട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് കോടതി വിധിയല്ലേ? ഇന്നാണ് കേട്ടോ അങ്ങനെ കുറേ പേരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കോടതി വിധിയല്ലേ, അത് പിന്നെ നടപ്പാക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ നേതാക്കന്മാരെ കണ്ടു. അത് ആണോ ഈ ഇടത് സമീപനം എന്നുള്ളത് വി.ഡി. സതീശൻ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്ത് സമീപനമായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുക. ഇന്ന് തന്നെ നമുക്ക് ഉണ്ടായ ഒരു സംഭവം, കൗതുകകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാധ്യമപ്രവർത്തകരും അവിടുന്ന് പോയിരുന്നു. കാരണം ഇത് കഴിഞ്ഞ 14 തവണയായി ഇത് ആവർത്തിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് എന്താണ്, ഇവിടെ തടസ്സമുണ്ട്, അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് അങ്ങ് അവസാനിക്കും എന്ന് കരുതിയാണ് അവിടെ മാധ്യമങ്ങളൊക്കെ ചെല്ലുന്നത്. പക്ഷേ സർക്കാർ മാറി എന്നുള്ള ഒരു തോന്നൽ എന്തായാലും അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഉണ്ടായി എന്നുള്ളൊരു പ്രതീതിയാണ് നമുക്ക് പിന്നീട് ഉണ്ടായത്. കാരണം വളരെ പെട്ടെന്നൊരു ആക്ഷനിലേക്ക് പോയി. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അത് ആ നിലയ്ക്കാണോ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ തന്നെ ഇടപെട്ട് ആ പോലീസ് അവിടുന്ന് പിൻവാങ്ങുന്ന സാഹചര്യം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നടപടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. വേറൊന്നുമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി എനിക്ക് തോന്നിയത് റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് നൽകാനുള്ള തീരുമാനം എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്. അപൂർവം ചില സമയത്തൊക്കെ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വരുന്ന മന്ത്രിക്ക് അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തന്നെയായിരിക്കും നിരന്തരം കൈകാര്യം ചെയ്യേണ്ടി വരിക. ഒരു മാറ്റം എന്നത് കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡിൻ്റെ ചുമതല കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക് നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ പ്രാതിനിധ്യം എന്നത് കുറേ കൂടി കാര്യക്ഷമമായി ഉറപ്പാക്കുന്നതിനും ആളുകൾക്കത് ബോധ്യമാവുന്ന തരത്തിൽ തന്നെ മന്ത്രിമാരെ ഈ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കുന്നതിനും വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട്. ഈ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് പട്ടികജാതിക്കാരായിട്ടുള്ള തന്നെ 2 മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ ഒരു പ്രാതിനിധ്യം ആ നിലയ്ക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണെന്ന് മാത്രമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ദളിത് ഭൂപ്രശ്നമാണ്. ആ ഭൂപ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന വകുപ്പ് ഏതാണ്? അത് റവന്യൂ വകുപ്പാണ്. അപ്പോൾ ആ റവന്യൂ വകുപ്പ് തന്നെ AP അനിൽകുമാറിനെ പോലെയുള്ള ഒരു മന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ പല കാരണങ്ങളൊക്കെ ഉണ്ടാകും. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ KC പക്ഷത്തിൻ്റെ മാനേജറാണ് എന്നുള്ളതോ ആ പക്ഷത്തെ ഏറ്റവും ശക്തനായ നേതാവാണ് എന്നുള്ളതൊക്കെ വലിയൊരു വകുപ്പ് കിട്ടുന്നതിന് കാരണമായിട്ടുണ്ടാവാം. പക്ഷേ ആ വകുപ്പ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ തീരുമാനത്തിൽ അദ്ദേഹം മികച്ച മന്ത്രിയാണ്. നേരത്തെ ഇവിടെ ഭരണത്തിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം നന്നായി അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണെന്നുള്ള ഒരു അഭിപ്രായവും പൊതുവെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിൽ വയ്ക്കുന്നത്. ദളിത് ഭൂപ്രശ്നം, അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഹാരിസൺ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, കേസുകൾ, ഇതിൻ്റെയൊക്കെ നടത്തിപ്പ്, ഇവിടെ അവശേഷിക്കുന്ന ഭൂമി ആ നിലയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എന്ത് വേണം എന്നുള്ളത് അദ്ദേഹം കുറേ കൂടി എന്താണ് വളരെ പ്രോആക്റ്റീവായി ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. ആ പ്രതീക്ഷ ഞാൻ വെച്ച് പുലർത്തുന്നു. ഒരു കാര്യം കൂടി, അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്തകളിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലത്തീൻ സഭ രൂക്ഷമായി ഈ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫിഷറീസ് വകുപ്പ് ഒന്ന് കോൺഗ്രസിൽ ഒരു ലത്തീൻ സമുദായ അംഗത്തെ കോൺഗ്രസിൽ നിന്ന് മന്ത്രിയാക്കിയില്ല എന്നുള്ള പരാതി, നേരത്തെ ഉണ്ടായിരുന്ന പരാതിയാണ്. ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് വി.ഡി. സതീശൻ അവിടെ ബിഷപ്പ് ഹൗസിൽ പോയത്. പക്ഷേ അത് നടന്നില്ല. പകരം ലത്തീൻ സമുദായാംഗമായ ഷിബു ബേബി ജോണിന് ഈ വകുപ്പ് ഏൽപ്പിക്കണം എന്നുള്ള ആവശ്യവും നടപ്പായില്ല. അതത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നില്ല വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്തു. പകരം അങ്ങനെയാണെങ്കിൽ ഒരു വെച്ചുമാറ്റം ആവശ്യപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെന്താവും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചർച്ചകൾ എന്നുള്ള ഒരു ആശങ്ക ഒരുപക്ഷെ ഈ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഈ ഒരു തീരുമാനപ്രകാരം അതിൽ ഉറച്ച് ഒരു സമുദായ താല്പര്യത്തിനനുസരിച്ചല്ല, ഞങ്ങളല്ലാതെ അവരുമായി സമവായത്തിലെത്താൻ നോക്കാം, തീരുമാനങ്ങൾ സർക്കാരിൻ്റേതായി നടക്കട്ടെ എന്നുള്ള പ്രതീതി ഇതുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതും കൊള്ളാം. ശരി, എല്ലാം സമഗ്രമായിട്ട് അതിനകത്തുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്
ഈ കോൺഗ്രസ് സർക്കാരുകൾ UDF സർക്കാരുകൾ മുന്നോട്ട് പോകുമ്പോൾ നേരിടാവുന്ന പ്രശ്നങ്ങളും അവരെങ്ങനെയായിരിക്കും അതിനെ മറികടക്കുക എന്ന മട്ടിലുള്ള കാര്യങ്ങളുമൊക്കെ ഭാവിയിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനകൾ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ, പ്രത്യേകിച്ചും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഇന്നത്തെ നടപടികളിലുമൊക്കെ വളരെ വ്യക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമേ കാര്യമായിട്ട് പറയാനുള്ളൂ. ഒന്ന്, വളരെ എളുപ്പത്തിൽ തീരുമാനമെടുക്കാവുന്ന ഇപ്പോൾ ഈ സിൽവർ ലൈനിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് അവർ ഉടനടി വ്യക്തമാക്കി. എന്നാൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക് അങ്ങനെ വ്യക്തമാക്കാനോട്ട് സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ PM-ശ്രീയെ അവർ വലിയ തോതിൽ എതിർത്തിരുന്നു, വലിയ ശക്തമായിട്ട് നമുക്കറിയാം ആ കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM ചെയ്തിരിക്കുന്ന കാര്യം അത് അങ്ങനെയേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അങ്ങനെ ചെയ്യണം, PM-ശ്രീയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ ആളായിരുന്നു ഞാൻ ആ ഘട്ടത്തിൽ. ഹർഷൻ ഓർമ്മയുണ്ട്, നമ്മൾ RDX വെച്ച് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. 1900 കോടി രൂപ അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അതാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്തിരിക്കുന്നത്. ആ പണം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യം PM-ശ്രീയിൽ ഒപ്പുവയ്ക്കാത്ത ഒരേ ഒരു കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഒപ്പുവെക്കാത്തത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അവർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രവചിക്കാൻ ധൈര്യപ്പെടുകയാണ്, PM-ശ്രീയുമായി ബന്ധപ്പെട്ട് അവർ ഒപ്പിടും, ഒരു സംശയവും വേണ്ടതില്ല. PM-ശ്രീ ഇപ്പം സിൽവർ ലൈൻ ഞങ്ങളിതാ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ PM-ശ്രീയിൽ ഞങ്ങളിതാ ഒപ്പിടില്ല കേട്ടോ എന്ന് ഉടനടി അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചപ്പോഴും അത് പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെച്ചിരിക്കുന്ന N ഷംസുദ്ദീനോട് ചോദിച്ചപ്പോഴും പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കട്ടെ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും സംഗതി സുവ്യക്തമാണ്. അതായത് അവർ സമരം നടത്തിയപ്പോൾ ഉണ്ടായിരിക്കുന്ന ആവേശത്തോട് കൂടിയിട്ടും അല്ലെങ്കിൽ അതിനെ വന്ന് CPI-ക്കൊപ്പം നിന്ന് വലിയ ആദർശാത്മകമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്ന ആവേശത്തോടെയും കരുത്തോടെയും ഒന്നും ഇതിനെ തടയാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. അവർക്ക് ചെയ്യാൻ പറ്റും, സിൽവർ ലൈന് റദ്ദാക്കാൻ പറ്റും, അതവർ ഉടനടി റദ്ദാക്കി. പക്ഷേ ഇത്തരം സംഗതികളിൽ അവർ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്ത് കളിക്കുന്ന കാര്യം, അത് ഞാൻ പറഞ്ഞത് ഭാവി കാലത്തേക്ക് കോൺഗ്രസ് സർക്കാരുകളിൽ നിന്ന് കാണാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളുടെ ആദ്യ സ്ഫുരണമായിട്ട് നമ്മളിതിനെ കാണണം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം, VD സതീശൻ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിലെ ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അതിനകത്ത് അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് അപ്പോൾ ആദ്യം കേട്ടപ്പോൾ തന്നെ എന്താ അതിൽ കുഴപ്പം എന്നേ തോന്നിയിട്ടുള്ളൂ. ഒരു പിശകും ഞാനതിൽ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? VD എന്തുകൊണ്ടാണ് മുൻകാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും മറ്റുമൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ VD സതീശൻ എന്ന് മാത്രം പറഞ്ഞ ആൾ വടശ്ശേരി ദാമോദര മേനോൻ എന്ന് മുഴുവൻ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയാണ്. എന്താ അതിൻ്റെ കാര്യം? എനിക്ക് മനസ്സിലായത്, ഈ പറയുന്ന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തെ വല്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ ഒരു ബിംബമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ എഴുതിയപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പുറത്ത് മാധ്യമങ്ങൾ, പത്രങ്ങൾ, പ്രത്യേകിച്ചും പത്രങ്ങളാണല്ലോ എഴുതുക. അത് സാധാരണഗതിയിൽ മത്സരരംഗത്തേക്ക് വരുന്ന നേതാക്കളുടെ മുഴുവൻ പേര് എഴുതുക എന്നതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും B വടശ്ശേരി, D ദാമോദരൻ, വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് പത്രങ്ങൾ എഴുതി. മനോരമ, ഇവരാണ് പത്രങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ C അച്യുത മേനോൻ്റെ മകന് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് C അച്യുതൻ എന്നാണെന്ന് പറയാൻ പറ്റുമോ? വള്ളത്തോൾ നാരായണ മേനോൻ്റെ മകന് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ പേര് വള്ളത്തോൾ നാരായണൻ എന്നാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. MT വാസുദേവൻ നായരുടെ, MT പിന്നെയൊക്കെ ഒടുവിലെത്തുമ്പോൾ MT എന്നുള്ള പേരിലേക്ക് മാറി, EMS എന്നുള്ളത് EMS നമ്പൂരിപ്പാട് മാറിയിട്ട് EMS മാത്രമായി, അങ്ങനെ തന്നെ അവരെ പരിചയിക്കുന്ന കാലം വന്നു. പക്ഷേ ഒരു കാലത്തിൻ്റെ രീതി ഇതുപോലുള്ള ഈ ഉന്നത കുല മീൻസ് വിത്തിൻ കോട്ട്സ്, ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകളുടെ പേര് ഇതിനോടൊപ്പം ചേർത്ത് വെക്കലായിരുന്നു ഒരു കാലത്തിൻ്റെ രീതി. പക്ഷേ നമ്മൾ നോക്കൂ, വടശ്ശേരി ദാമോദര മേനോൻ്റെ പേരിൽ അതുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ VD സതീശൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ VD സതീശൻ എന്ന പേര് മാത്രമേ വെച്ചിട്ടുള്ളൂ. VD സതീശൻ വന്ന് ഞാൻ VD സതീശൻ മേനോൻ എന്ന് വായിച്ചാലേ ഈ പറയുന്ന രാഷ്ട്രീയ വായനകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മേൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് മുഴുവനായിട്ടും അങ്ങനെയല്ല, അതൊന്ന് തിരുത്തണം എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമാണ്. ഇത് ഇവരങ്ങോട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എഴുതുമ്പോൾ ഇവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് എഴുതുന്ന പത്രത്തിൻ്റെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ബുദ്ധിയുടെയും ഒരു തോന്നലിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരങ്ങ് മാറ്റി. അതെങ്ങനെയാണ് ശരിയാവുക? അത് പറ്റില്ലല്ലോ. ഏത് മകനാണെന്ന് സമ്മതിക്കുക? അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇതാണ്, അച്ഛൻ്റെ പേര് മുഴുവൻ പേര് ഇതാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ പേര് കൂടെ പറയാൻ പറ്റില്ലെന്നുള്ള എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മന്ത്രിമാർ അവർക്ക് കിട്ടിയ അധികാര പദവിയിൽ സന്തോഷിക്കുന്നവരാണ്, ആ സന്തോഷം പ്രകടിപ്പിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഇന്നലെ ഞാനും ഹർഷൻ എത്രയോ മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ എടുത്തിൽ എത്രയോ ആളുകളോട് സംസാരിച്ചു. അവർ രാഷ്ട്രീയ പ്രവർത്തനം കഷ്ടപ്പെട്ട കാലത്ത് തുടങ്ങിയിട്ട്, ചെറുപ്പക്കാരായിട്ട് തുടങ്ങിയിട്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചും തല്ലുകൊണ്ടും അതിലേക്ക് എത്തുമ്പോൾ അവർ ആത്മാർത്ഥമായ സന്തോഷത്തോടു കൂടിയാണ് ഈ അധികാരത്തെ സ്വീകരിക്കുന്നത്, പദവിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ രക്ഷിതാക്കൾ ഓർമ്മ വരും. ഒരാളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിനകത്ത് ഒരു മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരവരുടെ രക്ഷിതാക്കളെ ഓർക്കുന്നു എന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എടുത്താൽ മതി.
പിന്നെ ഈ മേനോൻ എന്ന പിന്നെ ജാതി പേരിനോടുള്ള രാഷ്ട്രീയ വായനകളൊക്കെ സാധ്യമായിട്ടുള്ളതാണ്. ഞാനതിന് BR അനൂപ് കാണിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിമർശത്തെ ഞാൻ സമ്മതിക്കുന്നു. കാരണം BR അനൂപ് ആ നിലയ്ക്കൊരു രാഷ്ട്രീയ ബോധ്യം മുൻകാലങ്ങളിൽ മുതലേ പ്രകടിപ്പിച്ചു വന്നിരിക്കുന്ന അംബേദ്കറായിട്ടായിട്ടുള്ള ആ മേഖലയിൽ കോൺഗ്രസിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നത് ഓക്കെയാണ്. പക്ഷേ ജിൻഡോ ജോണിലാണ് ഞാൻ പറഞ്ഞ ഭാവിയിലേക്കുള്ള UDFൻ്റെ മുന്നോട്ട് പോക്കിൽ നമ്മൾ ദർശിക്കേണ്ടുന്ന ചില കാര്യങ്ങളുള്ളത്. അതായത് നോക്കൂ, ഇങ്ങനെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ് എന്നതുകൊണ്ട് അദ്ദേഹം ആ പേര് മുഴുവനായിട്ട് ഉപയോഗിച്ചു എന്ന് വളരെ നിസ്സാരമായിട്ടും പോസിറ്റീവായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്ന് മനസ്സിലാക്കാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള ജിൻഡോ ജോൺ വന്നിട്ട് അതിനകത്തൊരു ഗോളടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ കിട്ടിയ ചാൻസ് സ്കോർ ചെയ്യാൻ നോക്കുകയാണ്. അതായത് ആ സർക്കാർ വന്നിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ വന്നിട്ട് 1-2 ദിവസമായതേ ഉള്ളൂ. ആദ്യ ദിവസം തന്നെ അപ്പോൾ കിട്ടുന്ന ചാൻസിൽ, അതായത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മറുപക്ഷത്തുള്ള ആളുകൾ. എന്ത് ചാൻസിലാണ് നമുക്ക് അടിക്കാൻ പറ്റുക, സ്കോർ ചെയ്യാൻ പറ്റുക അദ്ദേഹത്തിന് മേൽ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ CPMകാരല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ള ആളുകളല്ല, CPIക്കാരല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ചില പക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഒന്ന്, ഈ കോൺഗ്രസിനകത്തെ ആളുകൾ, UDFനകത്തെ മറ്റ് ശക്തികൾ ഇതിനെ ഇവർ വിചാരിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുമോ എന്ന കാര്യം ഒന്ന്. രണ്ടാമത്തേത്, ഉറച്ച തീരുമാനമെടുക്കാവുന്ന, എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന, സൗകര്യമുള്ള നിലപാടുകൾ പെട്ടെന്ന് സ്വീകരിക്കാവുന്നത് പോലെ മറിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവരെങ്ങനെ തീരുമാനമെടുക്കും, അതിനുള്ള ധൈര്യം ഇവർ കാണിക്കുമോ എന്ന കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റത്തെ സംശയാലുക്കളായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാവുന്നതേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യം സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് നേരത്തെ AK ആന്റണി ആദ്യ ദിവസം തന്നെ പറഞ്ഞു. ഒന്ന് ഇവർ വന്നോട്ടെ, ഒട്ടും പൈസയില്ല, അതുകൊണ്ട് മുണ്ടുമുറുക്കി ഇടേണ്ടി വരും എന്ന് പറഞ്ഞു. അല്ല, അത് AK ആന്റണിയുടെ കാര്യത്തിൽ AK ആന്റണി എല്ലാ കാലത്തും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും ഈ ദാരിദ്ര്യം അദ്ദേഹം ആവർത്തിക്കുക. അല്ല, അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, 2 കാര്യങ്ങൾ നോക്കണം നമ്മൾ. AK ആന്റണി ഒന്ന്, 2 മലയാള മനോരമയുടെ ഇന്നത്തെ ലീഡ് വാർത്ത ആകെ പ്രശ്നമാണ് കേട്ടോ. ഡോറ് തുറക്കുന്ന പിന്നെ സതീശൻ്റെ മുന്നിൽ മറ്റേ ഒന്നുമില്ലാത്തൊരു ഖജനാവാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യമെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PMC നമുക്ക് ഒപ്പിട്ടല്ലേ പറ്റൂ, എന്തു ചെയ്യും എന്ന് ചോദിക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ AK ആന്റണി തൊട്ട് മനോരമ വരെയുള്ള ഈ പറയുന്ന ഈ ഭാഗത്തുള്ള സംഗതികളെല്ലാം തന്നെ ഇതിനകം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഈ ഒടുവിലത്തേത്, ഈ പറയുന്ന സിൽവർ ലൈന് റദ്ദാക്കിയാൽ സ്പീഡിൽ പോവുക എന്നത് നമുക്കിപ്പോൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ശരിയാണ്, ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് തലശ്ശേരിയുടെ വണ്ടി ഓടിച്ച് പോകുന്ന ആളാണ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, മീൻസ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സ്പീഡിൽ ഓടിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റും, എത്രയോ 2-3 മണിക്കൂർ കുറഞ്ഞു കിട്ടുന്നു എന്ന സാധ്യത മുന്നിലേക്ക് വരികയാണ്. പക്ഷേ എല്ലാവർക്കും കാർ എടുത്തിട്ട് പോകാൻ പറ്റുമോ, അല്ല എല്ലാവരും കാർ എടുത്ത് പോകുന്നത് ശരിയാണോ? അപ്പോൾ ട്രെയിൻ സംവിധാനം അത്രയും സ്പീഡുള്ള സംവിധാനം വരണ്ടേ? അപ്പോൾ അത് ഇന്നലെ ഈ 5 വർഷക്കാലത്തിനിടയിൽ അങ്ങനെ ഒരു ഗതാഗത സംവിധാനത്തെ കൊണ്ടുവരാൻ ആലോചിക്കേണ്ടതായിട്ട് വരില്ലേ? ആ കാര്യങ്ങളെ എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യും എന്നത് ഒരു പ്രശ്നം തന്നെ ആയിരിക്കും എന്നത് എനിക്ക് തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനും മന്ത്രിസഭാ രൂപീകരണത്തിനും മുമ്പ് കണ്ട UDFലെ ചരടുവലികൾ വകുപ്പ് വിഭജനത്തിനുമുണ്ടായി എന്നതാണ് കഴിഞ്ഞ 3 ദിവസത്തെ അനുഭവം. മുഖ്യമന്ത്രി VD സതീശൻ നിഷേധിച്ചെങ്കിലും സാമുദായിക നേതാക്കളുടെ അടക്കം സമ്മർദ്ദത്തിലാണ് മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം നീണ്ടത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ സമ്മർദ്ദങ്ങൾക്കിടയിലും എല്ലാവർക്കും വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന VD സതീശൻ്റെ നിലപാടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെ. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഇന്ന് നടന്ന യോഗത്തിലും നിരവധി സുപ്രധാന തീരുമാനങ്ങൾ VD സതീശൻ മന്ത്രിസഭ കൈക്കൊണ്ടത്. അതിലേറ്റവും ശ്രദ്ധേയം LDF സർക്കാരിന് ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതാണ്. എന്നാൽ ഇതിനൊരു ബദൽ സംവിധാനം ഒരുക്കുക എന്നതാണ് UDFന് മുന്നിലെ പ്രധാന കടമ്പയായി ഇനി വരാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൻ്റെ സവിശേഷ ഭൂപ്രകൃതി കണക്കിലെടുത്തുകൊണ്ടും ജനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ടും വേണം സർക്കാരിന് അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് പോകാൻ. കേരളത്തെ സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്ന് പരമാവധി സംരക്ഷിച്ച കിഫ്ബി പോലുള്ള പദ്ധതികളുടെ പ്രവർത്തനം എങ്ങനെയാകുമെന്നതും നിർണായകമാണ്. PMC വിഷയത്തിൽ മുൻ നിലപാടിൽ നിന്ന് UDF വ്യതിചലിക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായും ജനകീയമായും ഏറെ കരുതലോടെ നടപ്പാക്കേണ്ട വിഷയങ്ങളിൽ UDF തീരുമാനം എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം.